തളിപ്പറമ്പിൽ നിന്ന് പുറപ്പെട്ട് ഇരിട്ടി അപ്പം ഇതിനകത്ത് നോക്കി പറയണമെങ്കിൽ കോയന്തകളെന്ന് പറയാൻ പറ്റുള്ളൂ. അത് കോഴിക്കോട് പ്രോവിൻസിലെ ഏകദേശം ഒരു 12 കോയന്തകൾ, പ്രധാനപ്പെട്ട എല്ലാ കോയന്തകളും എല്ലാം. അപ്പം കോഴിക്കോട് പ്രോവിൻസിൽ ചാവറപ്പിതാവ് സ്ഥാപിച്ചത് ഒന്നുമില്ലെങ്കിലും ആ പ്രദേശത്ത് ഉണ്ട്. ദേവഗിരിയും ഉണ്ടല്ലോ, എനിക്കില്ല. തമിഴ്നാട്ടിലേക്ക് കടന്നിട്ട് അവിടെ കുണ്ടൽപ്പെട്ടൊക്കെ പോയി. അപ്പം അങ്ങനെ പോയിട്ട് ദേവഗിരിയിൽ നിന്ന് പിന്നെ തിരിച്ച് ആലുവ വന്നതിന് ശേഷം പിന്നെ മൂവാറ്റുപുഴ പ്രോവിൻസിലാണല്ലോ വാഴക്കുളം ചാവറപ്പിതാവ് സ്ഥാപിച്ചു. അവിടെ പോയി പിന്നെ അടിമാലി, അതിന് വേണ്ടി മൂന്നാറ് എല്ലാം കറങ്ങി അടിച്ച് പഴയ ഗുരുക്കന്മാരെയും പഴയ ബാച്ചുകാരെയും എല്ലാവരെയും കാണുക എന്നുള്ളതോടെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇവിടെ കോയന്ത മാത്രമല്ല, പിന്നെ രോഗികളായിട്ട് ഇപ്പം മൂവാറ്റുപുഴ പ്രോവിൻസിലെ വശം പോയപ്പോഴത്തേക്കും അവിടെ ഒരു 5-6 പേരുണ്ട്. അവരുടെ അടുത്തെല്ലാം പോയി അവരോട് സംസാരിച്ച് ഫോട്ടോ എല്ലാം കയ്യിലുണ്ട്. പിന്നെ മൂവാറ്റുപുഴ, തൊടുപുഴ, അവിടെ ഉള്ള ശാന്തിഗ്രാം, പാർക്കാട്ടെ നമ്മൾ വാച്ചുകാരനാണല്ലോ. അവിടെ എല്ലാം പോയി മൂവാറ്റുപുഴ ഒരാഴ്ച, മൂവാറ്റുപുഴ പ്രോവിൻസ്. അത് കഴിഞ്ഞ് തിരിച്ചാലുവാനെത്തിയ ശേഷം അടുത്തത് പിന്നെ കൊച്ചിയാണ്. കോൺഷ്യൽ ഹൗസ് തുടങ്ങി. ആ കൂട്ടത്തിൽ പിന്നെ ജനറൽ ഹൗസിലും പോയി. അവിടെയുള്ള കോയന്തകളുണ്ടല്ലോ, എവിടെയാണ് കോനുമാവ്, പ്രധാനപ്പെട്ട എല്ലാ കോയന്തകളും പോയി. കോനുമാവ് ഇപ്പോൾ പുസ്തകങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാം ഉണ്ട്. കോനുമാവ്, പള്ളിപ്പുറം ചാവറച്ചത്തിലാണ് പള്ളിപ്പുറം ചാവറച്ചത്ത്. നമ്മുടെ സ്ഥലം നമുക്കിവിടെ ഒരു കോയന്തയുണ്ട്, അവിടെ പോയി. ചക്രിയാസ് പയക്കാട്ട് അവിടെ. പിന്നെ തേവര പ്രധാനപ്പെട്ടത്. ഇങ്ങനെയുള്ള 10-15 ഓൾഡ് പോയി. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം സമയം കിട്ടിയതുകൊണ്ട് മിഷൻ ഹൗസ് വഴി പോയി. രാജ്കോട്ടിൻ്റെതും മിജനോറിൻ്റെയും ശാന്തായുടെയും. അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥലത്ത് വന്ന് കിടന്നതിന് ശേഷം പിന്നെ തൃശ്ശൂർ സൈഡിലേക്ക് പോയി. തൃശ്ശൂർ സൈഡിൽ എൽത്തുരുത്ത് ചാവറച്ചനുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരെണ്ണമുണ്ട് അല്ലേ, എൽത്തുരുത്ത് പിന്നെ ഉണ്ടല്ലോ സെൻറ്റ് തോമസ് ഇറങ്ങിയ സ്ഥലം. അവിടെയൊക്കെ പോയി. പാലിയൂർ പോയി. പാലിയൂർ അടുത്തുള്ള പാവർട്ടി കോയന്ന് എല്ലാ കോയന്തകളും അവിടുത്തെ എല്ലാ കോയന്തകളും കവർ ചെയ്തു. പിന്നെ അമ്പഴക്കാട്ട് നമ്മളത്തേക്ക് ഒരു അച്ഛൻ്റെ ഒരു 7-ാം ദിവസം ഉണ്ടായിരുന്നു, നമ്മുടെ മരിച്ചച്ഛൻ്റെ. അതുകൂടി അതൊക്കെ അവർ അതിനുശേഷം ഇപ്പം കൊച്ചി തൃശ്ശൂരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം കോട്ടയത്തെ പ്രധാനപ്പെട്ടത് പാലായും മുത്തോലയും പിന്നെ കരിക്കാട്ടൂരും എല്ലാം കറങ്ങി. അവിടെയുള്ള 2 സ്ഥലത്ത് അവരുടെ ആൾക്കാരെ താമസിപ്പിച്ചിട്ടുണ്ട്, സുഖമില്ലാത്തവർ. ഒന്ന് കാഞ്ഞിരപ്പള്ളിയിലുള്ള അമ്പത്താറിലുള്ള അവരുടെ ഹൗസിലുണ്ട്. പിന്നെ അവിടെയൊക്കെ നമ്മുടെ അടുത്ത കാഴ്ചക്കാരൊക്കെ ആണ്. അപ്പോൾ അവരെയൊക്കെ കണ്ട് അവരോടൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പം തിരുവനന്തപുരം പ്രോവിൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം പ്രോവിൻസിൽ എവിടെയാണ് തുടങ്ങിയത്? മാതാനത്തിൽ നിന്ന് ചെത്തിപ്പുഴയിൽ നിന്ന് മുട്ടാറുകൂടി, കുളിമുന്നിൽ നിന്ന് ഞങ്ങളുടെ സ്ഥലം അടുത്തത് ചമ്പക്കുളം, കൈനഗിരി 2. അതിന് കൈനഗിരിയിൽ നിന്ന് കോട്ടയം കയറി ആലപ്പുഴ പോയി ഇറങ്ങിയപ്പോൾ പിന്നെ അവിടുന്ന് അവിടുന്ന് അച്ഛൻ വന്ന് കൊണ്ടുപോയി പൊളിറ്റിക്കൽ കുളത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പുള്ളിക്കാരൻ നമ്മുടെ കാര്യമായിട്ട് അവിടെ ബീച്ച് ആശുപത്രിയിലും കയറ്റി. പിന്നെ മുഹമ്മ കൊണ്ടുപോയി വിട്ടു. മുഹമ്മ പള്ളി 60 കൊല്ലം മുമ്പ് വെഞ്ചരിക്കാൻ കൂടിയതാണ്. ഞാൻ അവിടെ പോകാതിരിക്കാൻ പറ്റുക. മോശത്തിൽ നിന്ന് വെഞ്ചരിച്ചതാണ്. കഴിഞ്ഞ് മുഹമ്മയിൽ നിന്ന് ശവടക്കൽ പോയി. അതിനിടയ്ക്ക് അവിടെ ഉണ്ടല്ലോ, അവിടെ ആ ചാവറപ്പിതാവ് വാങ്ങിച്ച സ്ഥലമായിരുന്നു, അവിടെയും പോയി. കഴിഞ്ഞ് ശവടക്ക് പോയി. അടുത്ത പ്രോഷണത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പോയി. ഇവിടെ വന്ന് ഇങ്ങനെ ഏകദേശം ഒരു 50-60 ഹൗസുകൾ ഓൾറെഡി പോയി കഴിഞ്ഞു. മെയിനായിട്ട് ഒരു പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ ചാവറപ്പിതാവ് ഉണ്ടാക്കിയതും അതുപോലെ തന്നെ പഴയ കോയന്തകളും അതിനകത്തുള്ള വാച്ചുകാരല്ലാത്തവരും രോഗികളും ആളുകളും
ഞാൻ വിസിറ്റ് ചെയ്ത രണ്ടച്ഛന്മാർ ഇടയ്ക്ക് മരിച്ചു പോയി. ഒന്ന് തോണിപ്പാറ ഒരച്ഛൻ മരിച്ചു. അതിപ്പോൾ എൻ്റെ ജാലവർഷത്തിനും ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുപോകുന്നതാണ്. പുള്ളിയും മരിച്ചു ഈ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് തന്നെ. കണ്ണുകളരെ കാണുക, പാച്ചവരെ കാണുക, പൈനാളെ കാണുക, എല്ലാവരും അവിടെ സഹവസിക്കുക. ഈ ജാവറപ്പിതാവിൻ്റെ ഹൗസുകളിലാണെങ്കിൽ വൈകുന്നേരം ചെല്ലും, നേരം വെളുത്ത് കുർബാനയും അവിടെ ചെല്ലും. എല്ലാ സ്ഥലത്തും കുർബാന ഞാനാണ് കൂടാറുണ്ട്. കുർബാനയും ചെല്ലും. അതിനുശേഷം കാപ്പി കുടിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ്. അതിനിടയ്ക്ക് 10 മണിക്ക് ചിലപ്പോൾ അവരുടെ താകാൻ പറ്റുന്നുണ്ട്. അതും ഉച്ചയ്ക്ക് വിടാം. ഉറക്കവും അവിടെ ഓരോരോ സ്ഥലത്ത് 4 മണിക്കുണ്ട് രാത്രി. ചില ദിവസങ്ങളിൽ 4 ഉണ്ടാവും, ചില ദിവസങ്ങളിൽ 3 ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഇപ്പോൾ ഏകദേശം 35 ദിവസമായില്ലേ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ യാതൊരു പ്രശ്നവും തലവേദന പോലും വന്നില്ല. എല്ലാ ദിവസവും ഓരോ കട്ടിലല്ലേ കിടക്കുന്നത്. ശരി, ഇത്രയൊക്കെ പോരെ.